Good morning. Shogun Industries Limited has 3 production departments A, B, and C, and 2 service departments X and Y. The following particulars are extracted from the books of the company for the month of January 2015. Rent, municipal taxes, electricity, indirect wages, power charges, depreciation of machinery, canteen expenses, labor welfare expenses. The following are further details available. Floor area, light points, direct wages, horsepower of machine, cost of machine, working hours. The service department expenses are reapportioned in the following ratios. X is shared in the proportion 2:3:4:1. Y is shared in the proportion 4:2:3:1. Prepare the overhead distribution summary. Statement of reapportionment of service department cost using repeated distribution method. Calculate overhead absorption rate per hour. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ എക്സ്പെൻസസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള ബേസിസും നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്തുക. റെൻറ്റ് ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ, മുനിസിപ്പൽ ടാക്സസ് ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ, ഇലക്ട്രിസിറ്റി ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് വേജസിൻ്റെ അടിസ്ഥാനത്തിൽ, പവർ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ്റെ അടിസ്ഥാനത്തിൽ, ഡിപ്രീസിയേഷൻ വാല്യൂ ഓഫ് മെഷീൻ്റെ അടിസ്ഥാനത്തിൽ, ക്യാൻറ്റീൻ എക്സ്പെൻസസ് ഡയറക്റ്റ് വേജസിൻ്റെ അടിസ്ഥാനത്തിൽ, ലേബർ വെൽഫെയർ എക്സ്പെൻസ് ഡയറക്റ്റ് വേജസിൻ്റെ അടിസ്ഥാനത്തിൽ. ക്യാൻറ്റീൻ എക്സ്പെൻസും ലേബർ വെൽഫെയർ എക്സ്പെൻസും ഒക്കെ സാധാരണഗതിയിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടില്ലാത്തതിനാൽ ഡയറക്റ്റ് വേജസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എടുക്കേണ്ടത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്തതിന് ശേഷം സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്യുക റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അനുസരിച്ച്.
overhead absorption rate per hour. Overhead absorption rate is equal to overhead of each department divided by working hours of each department. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് ലഭിക്കും. അതിനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ലഭിക്കുന്നതാണ്. ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. The following particulars relate to a manufacturing company with 3 production departments A, B and C and 2 service departments S1 and S2. The following are details of overhead distributed to the departments as per primary distribution summary. Department A rupees 9,250, Department B 10,350, Department C 12,800, Department S1 4,500, Department S2 rupees 2,000. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി അനുസരിച്ചുള്ള 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓവർഹെഡ് കോസ്റ്റുകൾ ആണ് നൽകിയിരിക്കുക. The service department costs are shared as follows: S1 40%, 30%, 20% and 10%. S2 30%, 30%, 20% and 20%. Calculate overheads of production departments on the basis of repeated distribution method. Repeated distribution method അനുസരിച്ച് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്യുക. Compute overhead rates of A, B and C if the departments work for 3,000 hours, 2,800 hours, 3,200 hours respectively. Overhead absorption rate per hour calculate ചെയ്യുക. Estimate the factory cost of product which requires direct material rupees 20,000, direct labor rupees 10,000 and is processed in Department A for 60 hours, Department B 50 hours and Department C 40 hours. അതായത് ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക്സ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രൈം കോസ്റ്റും ഫാക്ടറി കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. പ്രൈം കോസ്റ്റും ഓവർഹെഡ് കോസ്റ്റും ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക.
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക്സ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുക. ഡയറക്റ്റ് കോസ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രൈം കോസ്റ്റ് അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും നൽകിയിട്ടുണ്ട്. അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 20,000 പ്ലസ് 10,000 30,000 പ്രൈം കോസ്റ്റ് കിട്ടുന്നു. അതിൻ്റെ കൂടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഥവാ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ അഥവാ ഓവർ ഹെഡ് ആഡ് ചെയ്യുക. അവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 60 അവേഴ്സാണ് പ്രവർത്തിക്കുക. അപ്പോൾ അതിന് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ഓവർ ഹെഡ് റേറ്റ് 4 എന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 60 അവേഴ്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 240. ഡിപ്പാർട്ട്മെൻറ്റ് ബി 50 അവേഴ്സാണ് വർക്ക് ചെയ്തിരിക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത് 4.50 ആണ്. ഇപ്പോൾ 50 × 4.50 225. ഡിപ്പാർട്ട്മെൻറ്റ് സി 40 അവേഴ്സാണ് വർക്ക് ചെയ്തിരിക്കുക. അതിൻ്റെ ഓവർ ഹെഡ് റേറ്റ് 4.46 ആണ്. 40 × 4.46 178. അങ്ങനെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 30,643 ലഭിക്കുന്നു. അതാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുക. ഈ പ്രോബ്ലവും അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.